നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 അതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊരു നിയമ സംഹിതയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് സെക്ഷൻസും ഷെഡ്യൂൾസും ഒക്കെ ഉള്ള ഒരു വലിയൊരു ലോ ആണ് നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത്. ഏകദേശം ഒരു 255 സെക്ഷനും 11 ഷെഡ്യൂളും ഒക്കെ അടങ്ങുന്ന വലിയൊരു നിയമസംഹിതയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ആ ഒരു മൊത്തം നിയമം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 ടേംസ് വരുന്നുണ്ടല്ലേ, ഇൻസോൾവൻസി എന്നും ബാങ്ക്രപ്സി എന്നും പറഞ്ഞിട്ട് 2 ടേംസ് വരുന്നുണ്ട്. ഇത് ഏകദേശം നമ്മൾ ഇതിൻ്റെ മലയാളമൊക്കെ നോക്കുമ്പോൾ രണ്ടും പാപ്പരത്വം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നുമെങ്കിലും ഇതിന് രണ്ടിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഡിഫറൻസ് എന്താണ്, ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആദ്യം നമുക്ക് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത് ഒരു ലോ ആണ്. ഇറ്റ്സ് എൻ ഇന്ത്യൻ ലോ വിച്ച് ക്രിയേറ്റ്സ് എ കൺസോളിഡേറ്റഡ് ഫ്രെയിംവർക്ക് ദാറ്റ് ഗവേൺസ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രൊസീഡിങ്സ് ഫോർ കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ ലോ ആണ്. ഒരുപാട് ഇന്ത്യൻ ലോസ് ഉണ്ട് നമുക്ക്. അതിനകത്ത് വരുന്ന ഒരു ഇന്ത്യൻ ലോ തന്നെയാണ് IBC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ്, ഇത് എന്ത് ഫ്രെയിംവർക്കാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നാൽ കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, LLPയും വരും കേട്ടോ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ്, അവരുമായിട്ട് ഇങ്ങനെയുള്ള കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, ഇൻഡിവിജ്വൽസ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി പ്രൊസീഡിങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫ്രെയിംവർക്കും ഉൾപ്പെടുന്ന ഒരു ഇന്ത്യൻ ലോ ആണ് IBC എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇൻസോൾവൻസി ആയിട്ടും ബാങ്ക്രപ്സി ആയിട്ടും ബന്ധപ്പെട്ട എന്തൊക്കെ പ്രൊസീഡിങ്സ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തൊക്കെ പാർട്ടീസ് ഉണ്ടോ, അവരെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു വലിയൊരു ഫ്രെയിംവർക്കാണ്, ഒരു ഇന്ത്യൻ ലോയുടെ ഒരു ഫ്രെയിംവർക്കാണ് എന്തെന്ന് പറയുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് കമ്പനീസ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു എക്സെപ്ഷൻ, അതെപ്പോഴും എടുത്ത് പറയുന്ന ഒരു ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, അതായത് ബാങ്ക് പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനകത്തുനിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ഇതൊന്നും നമ്മുടെ ഈ IBCയിൽ വരില്ല. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. എന്താണ്, IBCയിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ വരുന്ന ഏതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുമെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിനകത്ത് ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് തന്നിരുന്നാൽ നമുക്ക് അത് പറയാൻ പറ്റില്ല, കാരണം അത് ഇതിനകത്തുനിന്ന് എക്സംപ്റ്റഡ് ആണ്. അതൊന്ന് എപ്പോഴും ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് 2 ടേം ഉണ്ട്, ഇൻസോൾവൻസി എന്നും ബാങ്ക്രപ്സി എന്നും പറഞ്ഞിട്ട് 2 ടേം ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്താണ് ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, എന്താണ് ഇൻസോൾവൻസി? Insolvency refers to a financial distress wherein a person or enterprise is no longer able to pay the debts when they fall due for payment. എന്താ, ഒരു കമ്പനി ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ഫേം ആയിക്കോട്ടെ, ഇവരെല്ലാം എന്ത് വാങ്ങിക്കും? കടം വാങ്ങിക്കും അല്ലേ? അത്യാവശ്യ ഘട്ടങ്ങളിൽ കടം വാങ്ങിക്കും. ആരിൽ നിന്നൊക്കെ വാങ്ങിക്കാം? വേണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത് നിന്ന് മേടിക്കാം, പുറത്തുനിന്നുള്ള അതർ പാർട്ടീസിൻ്റെ അടുത്ത് നിന്ന് മേടിക്കാം. ആരുടെ അടുത്ത് നോക്കിയാൽ ഡെപ്റ്റ് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പം അങ്ങനെ വാങ്ങിക്കുന്ന കടങ്ങൾ അത് കടങ്ങൾ തിരിച്ചടയ്ക്കുന്ന സമയമാവുമ്പോഴേക്കും അടയ്ക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രസ് അവർക്കുണ്ടാവുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഇൻസോൾവൻസി അല്ലെങ്കിൽ പാപ്പരത്വം എന്ന് പറയുന്നത്. പാപ്പരായി പോയി അല്ലേ?
നമ്മൾ കടങ്ങളെല്ലാം ഒരുപാട് ആൾക്കാരുടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. അവസാനം ഇതെല്ലാം തിരിച്ചടയ്ക്കുന്ന സമയമായപ്പം ഇതൊന്നും തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തില്ല, ഒരു അസറ്റും ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യം, അതായത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടൊന്നും ഇതൊന്നും അടച്ചു തീർക്കാൻ പറ്റത്തില്ല. അതിനേക്കാളും നമ്മുടെ വരുമാനത്തെക്കാളും നമ്മുടെ കയ്യിലുള്ള ആസ്തിയെക്കാളും ഒക്കെ കൂടുതലാണ് നമ്മൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന കടം. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇൻസോൾവെന്റ് എന്ന് പറയാം. നമ്മുടെ കോമേഴ്സ് പഠിക്കുമ്പോൾ മിക്കപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് ഇൻസോൾവെന്റ്. അപ്പോൾ എന്താ ഇൻസോൾവെന്റ് എന്ന് പറയുന്നത്, ഇതേപോലെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരാളിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നത്, ഇൻസോൾവെന്റ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓക്കെ, ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഡിസ്ട്രസ് wherein a person or enterprise is no longer able to pay the debts when they fall due for payment. Okay. Next, insolvency can be temporary and the initial stages defines incapability to clear dues. Insolvency വേണമെങ്കിൽ ഒരു ടെമ്പററി മാത്രമാവാം. കാര്യം ഇപ്പം നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ ഭാവിയിൽ നമുക്ക് ഈ ഒരു അവസ്ഥ മാറാം, അല്ലേ? അങ്ങനെയും സംഭവിക്കാം. ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഒരു ടെമ്പററി മാത്രമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്, ഇല്ല പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നതും ഉണ്ട്. അങ്ങനെ പെർമനൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ എന്തിലോട്ട് പോകുന്നത്, ബാങ്ക്രപ്സി എന്ന് പറയുന്ന മറ്റൊരു ലെവലിലോട്ട് പോകുന്നത്. അപ്പോൾ ഇൻസോൾവൻസി മേ ലീഡ് ടു ബാങ്ക്രപ്സി. ഇൻസോൾവൻസി മേ ലീഡ് ടു ബാങ്ക്രപ്സി. ഇനി എന്താണ് ബാങ്ക്രപ്സി എന്ന് അറിയണ്ടേ? ഇൻസോൾവൻസി ബാങ്ക്രപ്സിയിലോട്ട് ലീഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ബാങ്ക്രപ്സി എന്ന് വേണം നമുക്കിനി അടുത്തത് അറിയാൻ വേണ്ടിയിട്ട്. ബാങ്ക്രപ്സി എന്ന് പറയുന്ന വേറൊന്നുമല്ല, ഒരു ലീഗൽ പ്രൊസീജിയറാണ്. അതായത് ഇതേപോലെ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന കമ്പനീസിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ, പാർട്ട്ണർഷിപ്പ് ഫേംസിനെയൊക്കെ ഇത് നമ്മൾ കടം കൊടുക്കാനുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളോ ചെന്ന് പറയുകയാണ് ഞങ്ങൾ ഇൻസോൾവെൻ്റ് ആണ്, നമുക്കിനി ഇതൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ലീഗലി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ലീഗൽ പ്രൊസീഡിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാങ്ക്രപ്സി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് ഇൻസോൾവൻസി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇൻസോൾവൻസി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസിയും ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസിയും ഉണ്ട്. ഓക്കെ, ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി. ഇപ്പോൾ ഇൻസോൾവൻസി രണ്ട് ടൈപ്പ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇനി ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഇറ്റ് occurs when a person or company does not have enough liquid asset to pay its debts as they fall due. എന്താ, നമ്മൾ കടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊരു കമ്പനി ആവാം, ഒരു ഇൻഡിവിജ്വൽ ആവാം, പാർട്ട്ണർഷിപ്പ് ഫേം ആവാം, എന്തോ ആവാം. ഞാൻ കുറേ കടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ കടങ്ങളൊക്കെ തിരിച്ചടയ്ക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും ഇത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇനഫായിട്ടുള്ള ലിക്വിഡ് അസറ്റ് ഇല്ല. ലിക്വിഡ് അസറ്റ് എന്ന് വെച്ചാൽ ക്യാഷ്, ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റും എൻ്റെ കയ്യിലില്ല. അതായത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റും എനിക്കിത് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡ് അസറ്റിൻ്റെ ഷോർട്ടേജ് വരുന്ന ഇൻസോൾവൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി. അതായത് ഒരു പേഴ്സണോ ഒരു കമ്പനിക്കോ ഇനഫ് ലിക്വിഡ് അസറ്റ് ഇല്ല, എന്തിനു വേണ്ടിയിട്ട്, ഡെറ്റ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനഫ് ലിക്വിഡ് അസറ്റ് ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി? അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്താ ഉള്ളത്, ലയബിലിറ്റിയും അസറ്റും ഉണ്ടല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്? ഇറ്റ് ഹാപ്പൻസ് വെൻ ദ ടോട്ടൽ ലയബിലിറ്റി എക്സീഡ്സ് ദ ടോട്ടൽ അസറ്റ്, indicating that entity's net worth is negative. അല്ലേ? എന്താണ്, നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്തു വെച്ച് നോക്കുമ്പം നമ്മുടെ അസറ്റിനേക്കാളും കൂടുതലാണ് നമ്മുടെ ലയബിലിറ്റി അല്ലേ. നമുക്ക് ഇത്ര അസറ്റ്, നമ്മുടെ കയ്യിൽ 10 ലക്ഷത്തിൻ്റെ അസറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് 15 ലക്ഷമാണ്
അപ്പോഴേ നമുക്കറിയാം നമ്മൾക്ക് ഇതൊന്നും ഇനി കൊടുത്തു നമ്മുടെ അസറ്റ് കൊണ്ടൊന്നും നമ്മുടെ ഫുൾ അസറ്റ് എടുത്താലും നമ്മുടെ ഈ ലയബിലിറ്റീസ് ഒന്നും പേ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതിനർത്ഥം എന്താണ്? എപ്പോഴും നമ്മുടെ ലയബിലിറ്റി അസറ്റിനേക്കാളും കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് അപ്പോഴെന്താണ്? നെഗറ്റീവാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. എന്താണ് ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി? ഇറ്റ് ഹാപ്പൻസ് വെൻ ദ ടോട്ടൽ ലയബിലിറ്റീസ് എക്സീഡ്സ് ദ ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റിനേക്കാളും കൂടുതൽ നമ്മുടെ ടോട്ടൽ ലയബിലിറ്റി എക്സീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ എൻറ്റിറ്റിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, നമുക്കിതൊന്നും കൊടുത്തീർക്കാൻ പറ്റില്ല എന്ന് വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി. അപ്പോൾ ഇൻസോൾവൻസി 2 ടൈപ്പ് ഉണ്ട്. ക്യാഷ് ഫ്ലോ ഇൻസോൾവൻസി, ബാലൻസ് ഷീറ്റ് ഇൻസോൾവൻസി. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ബാങ്ക്രപ്സി. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഇൻസോൾവൻസിയും ബാങ്ക്രപ്സിയും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ആ ഒരു ടേം വലിയൊരു വ്യത്യാസം മീൻസ് നമ്മുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ മീനിങ് പറയുമ്പോൾ ഏകദേശം രണ്ടും നോക്കുമ്പോൾ പാപ്പരത്തും എന്ന് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ബാങ്ക്രപ്സി എന്ന് പറയുന്നത്, ഇൻസോൾവൻസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ബാങ്ക്രപ്സി എന്ന് പറയുന്നത് ഇതൊരു ലീഗൽ പ്രൊസീജിയറാണ്, ലീഗൽ പ്രൊസീഡിംഗ് ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ബാങ്ക്രപ്സി ഈസ് എ ലീഗൽ പ്രൊസീഡിംഗ് ഇനിഷ്യേറ്റഡ് വെൻ എ പേഴ്സൺ or business cannot pay outstanding debts or obligations. ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിനോ അയാളുടെ ഡെറ്റ്, അയാളുടെ കടങ്ങളൊന്നും റീപേ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ പ്രൊസീഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് എ ഫ്രഷ് സ്റ്റാർട്ട് for people who can no longer afford to pay their bills. എന്താ ഇങ്ങനെ കടം വാങ്ങിച്ചപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്തു നിന്ന് കടം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഞാൻ നോക്കാറുണ്ട് എൻ്റെ അസറ്റൊന്നും കൊടുത്ത് ഇത്രയൊന്നും എനിക്ക് വീട്ടാനൊന്നും പറ്റത്തില്ല. അതായത് എൻ്റെ കയ്യിലുള്ളതിനേക്കാളും ബാധ്യതയാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബാങ്ക്രപ്സി എന്ന് പറയുന്ന ലീഗൽ പ്രൊസീഡിങ്ങിലേക്ക് പോകും. അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അനുസരിച്ച് ഞാൻ അതിൻ്റെ ലീഗൽ പ്രൊസീജിയറിലേക്ക് പോകും. അപ്പം അവരെന്ത് ചെയ്യും? എൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചതിന് ശേഷം ഒന്നുകിൽ ഞാനായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് കടം തന്ന ആൾക്കാരായിരിക്കും. എന്തായാലും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല, പിന്നെ ഇതെങ്കിലും നടക്കട്ടെ എന്ന് കരുതി ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കടം തന്ന ആൾക്കാരുണ്ടല്ലോ, ക്രെഡിറ്റേഴ്സ്, അവരായിരിക്കും ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അവർ കൊണ്ടുവന്ന് ആപ്ലിക്കേഷൻ കൊടുക്കും, വെരിഫൈ ചെയ്തിട്ട് ഓക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള അസറ്റൊക്കെ അവരിങ്ങനെ കണ്ടു കേട്ടില്ലേ, അതുപോലെ ചെയ്തിട്ട് അത് വെച്ചിട്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊടുത്തു തീർക്കും. എൻ്റെ കയ്യിൽ പിന്നെ ഒന്നും കാണില്ല അല്ലേ, കാരണം എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കാനുള്ളതും ഒക്കെ കൊടുത്തു തീർത്തല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫ്രഷ് സ്റ്റാർട്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് ബാധ്യതകളൊന്നുമില്ല, ഞാൻ ഇൻസോൾവൻ്റ് ആയിട്ട് ഞാൻ എന്നെ പ്രഖ്യാപിച്ചു, എനിക്കിപ്പോൾ ബാധ്യതകളൊന്നുമില്ല, പിന്നെ എനിക്കൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. ഒരു പുതുതായിട്ട് ഇനി ആ കടം ചോദിക്കാനുള്ള ആൾക്കാർക്കൊന്നും വന്ന് എൻ്റെ അടുത്തൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല, കാരണം ഓൾറെഡി ബാങ്ക്രപ്സി എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് പോയി കഴിഞ്ഞു. പിന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് എനിക്ക് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിനെയാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ലീഗൽ പ്രൊസീഡിംഗ് ആണ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റഡ് എപ്പോഴാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? വെൻ എ പേഴ്സൺ ഓർ ബിസിനസ് കനോട്ട് പേ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ്സ് ഓർ ഒബ്ലിഗേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നിയമ സംഹിതയാണ്. അതായത് ഒരു കുറേ നിയമങ്ങൾ അടങ്ങുന്ന ഒരു നിയമ സംഹിതയാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ അതിന് പുറകിൽ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. എന്താണ്? ലോക്സഭ, രാജ്യസഭയിൽ പോയി അവിടെ നിന്നെല്ലാം സാങ്ഷൻ വന്ന് അതിനുശേഷം പ്രസിഡന്റ് ഒപ്പുവെച്ച് ആണ് ഒരു നിയമം നിലവിൽ വരുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറൊക്കെ കടന്നിട്ടാണ് ഇവിടെയുള്ള എല്ലാ ഇന്ത്യൻ ലോസും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിനും നമ്മുടെ IBCക്കും ആ ഒരു പ്രൊസീജിയർ അവിടെ ഉണ്ടായിരുന്നു കാണും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 21 ഡിസംബർ 2015.
ബാങ്ക്രപ്സി കോഡ് 2016 ആണ്. അത് എന്തുകൊണ്ടാണെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ആദ്യമായിട്ട് ലോക്സഭയിൽ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മുടെ ഫോമർ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി ആണ് ഇത് ലോക്സഭയിൽ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചത്. ഇങ്ങനെ ഒരു കോഡ്, അതായത് ഇങ്ങനെ ഒരു ലോ കൊണ്ടുവന്നാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് വെച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത് നമ്മുടെ ഫോമർ ഫിനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലി ആണ്. ലോക്സഭയിൽ എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 21 ഡിസംബർ 2015 ഇല്ലേ? 2015 ഡിസംബർ 21 ലോക്സഭയിൽ IBC 2016 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മുടെ ഫോമർ ഫിനാൻസ് മിനിസ്റ്റർ, ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി. അതായത് ഇപ്പോൾ പറയുമ്പോഴാണ് ഫോർമർ എന്ന് പറയുന്നത്. 2016 ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി, 2015 ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി ആണ് ഇത് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോക്സഭ ഈ ഒരു IBC കോഡാ കൊള്ളാം, ഇത് വന്നു കഴിഞ്ഞാൽ, പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ലോക്സഭ അംഗീകരിച്ച് അത് പാസ്സാക്കിയത് എന്നാണ്? മെയ് 5, 2016 ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് പാസ്സായി കിട്ടത്തില്ലല്ലോ. അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം എന്നാണ് ലോക്സഭ ഇത് പാസ് ചെയ്തതെന്ന് ചോദിച്ചാൽ 2016 മെയ് 5 ലോക്സഭ ഈ IBC കോഡ് പാസ് ചെയ്തത്. അതായത് അവർ അത് അംഗീകരിച്ച ഡേറ്റ് ആണ് 5 മെയ് 2016. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഈ ഡേറ്റ് എല്ലാം കൂടി അങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാനാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 21 ഡിസംബർ 2015 ആണ്. ലോക്സഭ പാസ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 5 മെയ് 2016. ലോക്സഭ പാസ് ചെയ്തത് 5 മെയ് 2016 ആണ്. ലോക്സഭ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ബില്ല് എങ്ങോട്ട് വരും? രാജ്യസഭയിലോട്ട് വരും അല്ലേ? രാജ്യസഭ ആ ബില്ല് പാസ് ചെയ്തത് എന്നാണ്? 11 മെയ് 2016. അത് കഴിഞ്ഞിട്ട് ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യസഭയും ആ ബില്ല്, നമ്മുടെ കോഡ് അംഗീകരിച്ചു. 11 മെയ് 2016 രാജ്യസഭ ആ ബില്ല് പാസ് ചെയ്തു. ലോക്സഭയും രാജ്യസഭയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 സഭകളും നമ്മുടെ ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? പ്രസിഡന്റിന്റെ ഒപ്പ് വേണം അല്ലേ? പ്രസിഡന്റ് ഒപ്പിട്ട് കഴിയുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ബില്ല് നമുക്ക് എന്തായി മാറുന്നത്? നിയമമായിട്ട് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ? ഈ ലോക്സഭ പാസ് ചെയ്തു, രാജ്യസഭ പാസ് ചെയ്തു, നേരെ പ്രസിഡന്റിന്റെ അടുത്തോട്ട് പോവാണ്. പ്രസിഡന്റ് ഇതെല്ലാം നോക്കിയിട്ട് പ്രസിഡന്റ് അത് ഒപ്പുവെച്ച് അത് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 28 മെയ് 2016. ഓക്കെ, അപ്പോൾ നമ്മുടെ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? 28 മെയ് 2016. മറ്റുള്ള ഡേറ്റ് ഒക്കെ ഇതും തമ്മിൽ തിരിഞ്ഞു പോരുത്. 28 മെയ്യിലാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് ആണ് 21 ഡിസംബർ 2015. ലോക്സഭയിൽ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ലോക്സഭ അത് പാസ് ചെയ്തത് 5 മെയ് 2016. പിന്നെ രാജ്യസഭ പാസ് ചെയ്തത് 11 മെയ് 2016. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ഒപ്പുവെച്ച് ഈ നിയമം നിലവിൽ വരുന്നത് 28 മെയ് 2016. ഏത് പ്രസിഡന്റ്? ആ സമയത്തെ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജിയാണ് ഈ IBC കോഡിനകത്ത് ഒപ്പുവെച്ചത്. അപ്പം അതും വേണമെങ്കിൽ നമ്മളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാ എന്ന് ചോദിച്ചാൽ ആരാണ്? പ്രണബ് മുഖർജി. ആ സമയത്ത് 2016 പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജിയാണ് IBC കോഡിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഈ നിയമം നിലവിൽ വന്നത് 28 മെയ് 2016. ഇനി നേരത്തെ ഞാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഈ ഒരു നിയമത്തിൽ 255 സെക്ഷൻസും 11 ഷെഡ്യൂൾസും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത് വലിയൊരു നിയമസംഹിതയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എത്ര സെക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്? 255 സെക്ഷൻസും 11 സ്കെഡ്യൂൾസും അടങ്ങുന്ന ഒരു വലിയ നിയമസംഹിതയാണ് എന്തെന്ന് പറയുന്നത്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. അപ്പോൾ 255 സെക്ഷനും 11 ഷെഡ്യൂളും ഒക്കെ ഇരുന്ന് ഫുള്ളായിട്ട് നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമില്ല.
ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 255 സെക്ഷനൊന്നും പഠിക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പം ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. നമ്മൾ ഇൻസോൾവൻസി, ബാങ്ക്രപ്സി, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് അത് വന്ന ഒരു കാര്യങ്ങൾ എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്നാണ് പാസ്സായത്, എന്നാണ് നിലവിൽ വന്നത്, ഇത് പ്രസിഡന്റാണ് ഒപ്പുവെച്ചത്, എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര ഷെഡ്യൂൾസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി അടുത്തത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റി കാണുമല്ലോ. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ബാങ്ക്സിനെ പറ്റി പറയാണ്. ബാങ്ക്സിൻ്റെ റെഗുലേറ്റിംഗ് അതോറിറ്റി ആയിട്ട് ആരുണ്ട്? RBI ഉണ്ടല്ലേ. അതുപോലെ എല്ലാത്തിനും അതിൻ്റെ ഇപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെബി ഉണ്ട്. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള റെഗുലേറ്റിംഗ് അതോറിറ്റി ഉണ്ട്. നമുക്കറിയാം ബാങ്കിൻ്റെ എല്ലാ റൂൾസും കൊണ്ടുവരുന്നത് RBI ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, ഓരോന്നിൻ്റെ പവേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇതെല്ലാം പറയുന്നത് സെബിയാണ്. അതുപോലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൻ്റെ റെഗുലേറ്റിംഗ് അതോറിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൻ്റെ റെഗുലേറ്റിംഗ് അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, IBBI ആണ് നമ്മുടെ റെഗുലേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ഇസ് ദ റെഗുലേറ്റർ ഫോർ ഓവർസീയിങ് ഇൻസോൾവൻസി പ്രൊസീഡിംഗ്സ് ആൻഡ് entities like insolvency professional agencies, insolvency professional and information utilities in India. ഇൻസോൾവൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അതായത് ഇൻസോൾവൻസി ഇപ്പം നമ്മൾ ഒരാൾക്ക് ഇങ്ങനെ ഡെറ്റ് ഒന്നും പേ ഓഫ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ എന്തിനു പോവും? ലീഗൽ പ്രൊസീഡിങ്ങിലേക്ക് പോവും. ആ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരും. ഇൻസോൾവൻസി പ്രൊഫഷണൽസ് വരും, ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് വരും. ഇങ്ങനെ ഉള്ള കുറേ എൻറ്റിറ്റീസുകൾ കാണും, കുറേ പേഴ്സൺസ് കാണും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഇപ്പം നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുവാണെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് കാണും, അങ്ങനെയുള്ള കുറേ ഇൻ്റർമീഡിയറീസ് കാണും. അപ്പോൾ ഇവരെയൊക്കെ കൂടെ ഏകീകരിച്ച് ഇവരുടെ ആക്ടിവിറ്റീസും എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? സെബിയാണ്. അതുപോലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അനുസരിച്ച് ഇൻസോൾവൻസി പ്രൊസീഡിങ്സിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് എൻറ്റിറ്റീസും ഒരുപാട് ഇൻഡിവിജ്വൽസും കാണും, ഒരുപാട് പ്രൊഫഷണൽസ് കാണും, ഒരുപാട് അതോറിറ്റീസ് കാണും. അപ്പോൾ അവരെയെല്ലാം ഓവർസീ ചെയ്യുന്ന, അവരെല്ലാം മേൽനോട്ടം വഹിക്കുന്ന, അവരെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബോർഡാണ്, അതിൻ്റെ ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ഈസ് ദ റെഗുലേറ്റർ for overseeing insolvency proceedings. ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് ഓവർസീ ചെയ്യുന്നത്, അതായത് നമ്മൾ ഇൻസോൾവൻസിയുടെ പ്രൊസീജിയർ നടക്കുമ്പോൾ അതെല്ലാം കറക്റ്റിനാണോ നടക്കുന്നത് എന്നൊക്കെ നോക്കുന്ന ഒരു റെഗുലേറ്റർ, ഒരു ഓവർസീയിങ് ആയിട്ടുള്ള ഒരു അതോറിറ്റി, ഒരു സൂപ്പർവൈസർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങനെ നോക്കുന്ന ഒരു റെഗുലേറ്റർ. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിവിധ തരം എൻറ്റിറ്റീസ് ഉണ്ട്. അതായത് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് ഉണ്ട്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഉണ്ട്, ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് ഉണ്ട്. ഇവരെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്റർ ആണ്, അതിൻ്റെ ഒരു ബോർഡാണ് എന്തെന്ന് പറയുന്നത്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ IBBI എന്ന് പറയുന്നത്. ഇനി IBBI എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചാൽ 2016 ഒക്ടോബർ 1 എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1 October 2016 ആൻഡ് given statutory powers through the Insolvency and Bankruptcy Code 2016. എന്താ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 അനുസരിച്ച് ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്, അതായത് ഈ ഒരു ബോർഡിന് എല്ലാവിധ പവറും നൽകിക്കൊണ്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 1, 2016. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റി ആണ്. എന്തിൻ്റെ? ഈ ഒരു നിയമസംഹിതയുടെ റെഗുലേറ്റിംഗ് അതോറിറ്റിയാണ് IBBI എന്ന് പറയുന്നത്. ഇനി ഈ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്.
എന്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഇപ്പം റിസർവ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയിലാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ഹെഡ് ക്വാർട്ടേഴ്സ് കാണുമല്ലോ. അപ്പോൾ നമ്മുടെ IBBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ IBBI ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇൻ ന്യൂഡൽഹി. ഇനി ഈ ബോർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ മൊത്തം 10 മെമ്പേഴ്സാണ് ഈ ബോർഡിനകത്തുള്ളത്. ടോട്ടൽ 10 മെമ്പേഴ്സ്. അപ്പോൾ ഈ 10 മെമ്പേഴ്സും എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ചെയർപേഴ്സൺ ആയിരിക്കും. 10ൽ ഒരാൾ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആയിരിക്കും. പിന്നെ ഒരു 3 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്നതോ അതിനകത്ത് താഴോട്ട് പോകാൻ പറ്റത്തില്ല. ജോയിൻറ്റ് സെക്രട്ടറിയുടെ റാങ്കിലുള്ളതോ ഒന്നുകിൽ ജോയിൻറ്റ് സെക്രട്ടറിയുടെ മുകളിലോട്ടുള്ള റാങ്കിലാവാം, നോട്ട് ബിലോ, നമുക്ക് താഴോട്ട് പോകാൻ പറ്റത്തില്ല. ആ ഒരു റാങ്കിൽ, അതിന് ഇക്വലൻ്റ് റാങ്കിലുള്ള 3 മെമ്പേഴ്സ് വരണം. ആ 3 മെമ്പേഴ്സിൽ ആ ഓരോ മെമ്പേഴ്സും ഒരാൾ ഫിനാൻസ് മിനിസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടും ഒരാൾ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തായിരിക്കണം, ഒരാൾ മിനിസ്ട്രി ഓഫ് ലോ. ഇങ്ങനെ 3 മിനിസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 3 മെമ്പേഴ്സ് വരണം. ഈ 3 മെമ്പേഴ്സിൻ്റെയും റാങ്ക് എന്ന് പറയുന്നത് ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു റാങ്കിന് താഴോട്ട് പോകാൻ പാടില്ല. അതുമായിട്ട് ഇക്വലൻ്റ് ആയതോ അതിന് മുകളിലോട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ 3 മെമ്പേഴ്സ് ആയിരിക്കണം വരേണ്ടത്. എന്താ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന റാങ്കിന് താഴോട്ട് പോകാൻ പാടില്ല. ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന റാങ്കോ അതിന് ഇക്വലൻ്റ് ആയിട്ടോ അതിന് മുകളിലോട്ടുള്ളതോ റാങ്കിലുള്ള 3 മെമ്പേഴ്സ് വരണം. ഏതൊക്കെ മിനിസ്ട്രി എന്നാണ് വരേണ്ടത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വരണം, മിനിസ്ട്രി ഓഫ് ഫിനാൻസിനെ റെപ്രസെൻ്റ് ചെയ്ത് വരണം, മിനിസ്ട്രി ഓഫ് ലോയിനെ റെപ്രസെൻ്റ് ചെയ്ത് വരണം. അങ്ങനെ 3 മെമ്പേഴ്സ് വരണം. പിന്നെ ഒരു മെമ്പർ RBI നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർ വരണം. അപ്പം ഇപ്പം തന്നെ എത്രയായി? മൊത്തം 5 മെമ്പർ ആയല്ലേ. ഒരു ചെയർപേഴ്സൺ, 3 മെമ്പേഴ്സ് എവിടെ നിന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്? ഫിനാൻസ്, കോർപ്പറേറ്റ് അഫയേഴ്സ്, ലോ. പിന്നെ ഒരാളെ RBI നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മെമ്പേഴ്സ് ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ 5 മെമ്പേഴ്സിൽ 3 മെമ്പേഴ്സും ഹോൾ ടൈം മെമ്പേഴ്സ് തന്നെ ആയിരിക്കണം. പാർട്ട് ടൈം ആയാൽ പോരാ, അവർ അവിടെ തന്നെ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. 2 പേരെ വേണമെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആക്കാം. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 10 മെമ്പേഴ്സാണ് ഈ ഒരു ബോർഡിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 10 മെമ്പേഴ്സിൽ ആദ്യത്തെ ഒരു മെമ്പർ എന്ന് പറയുന്നത് എന്താണ്? ചെയർപേഴ്സൺ ആണ്. പിന്നെ ഒരു 3 മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് 3 മെമ്പേഴ്സിൻ്റെയും പെക്യൂലിയാരിറ്റി അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന റാങ്കിന് ഇക്വലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ അതിന് താഴോട്ട് പോകാൻ പാടില്ല. ഏതൊക്കെ മിനിസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്? മിനിസ്ട്രി ഓഫ് ലോ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. പിന്നെ ഒരു മെമ്പർ RBI നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പർ വേണം. അങ്ങനെ ഇപ്പം 5 മെമ്പറായി. അത് കഴിഞ്ഞിട്ടൊരു 5 മെമ്പേഴ്സിനെ ആര് നോമിനേറ്റ് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യണം. ഈ 5 മെമ്പേഴ്സ് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഈ 5 മെമ്പേഴ്സിൽ 3 മെമ്പേഴ്സും എന്തായിരിക്കണം? ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. എപ്പോഴും അവരുടെ സേവനം എന്ന് പറയുന്നത് ബോർഡിന് തന്നെ കിട്ടണം, അല്ലാതെ പാർട്ട് ടൈം മെമ്പേഴ്സ് ആവാൻ പാടില്ല. ഈ 5 മെമ്പേഴ്സ് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 5 മെമ്പേഴ്സിലാണേ, അതിൽ ആ 5 മെമ്പേഴ്സിൽ 3 മെമ്പേഴ്സ് എന്തായിരിക്കണം? ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. ഇങ്ങനെ 10 മെമ്പേഴ്സ് അടങ്ങുന്നതാണ് നമ്മുടെ IBBI ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇത്രയും മെമ്പേഴ്സ് ഉള്ള ഇവരുടെ ഈ മെമ്പേഴ്സിൻ്റെയൊക്കെ ടെനർ അല്ലെങ്കിൽ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് എത്ര നാളാണെന്ന് നമുക്ക് നോക്കാം. The term of office of the members other than ex officio members shall be 5 years or till they attain the age of 65 years. എക്സ് ഒഫീഷ്യൽസിൻ്റെ കാര്യമല്ല, അല്ലാതുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. മെമ്പേഴ്സിൻ്റെ ടേം, ഈ ചെയർമാൻ ആയാലും ചെയർപേഴ്സൺ ആയാലും നമ്മുടെ മിനിസ്ട്രീനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിലും RBI നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരുടെ എല്ലാം
ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 5 വർഷം, ഇല്ലെങ്കിൽ അവർക്ക് 65 വയസ്സാകുന്നത് വരെ. ഇതിലേതാണോ ആദ്യം ആവുന്നത് അത്രയും ആയിരിക്കും അവർ. ചിലപ്പം 63 വയസ്സുള്ള ഒരാളായിരിക്കും RBI നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അയാൾ 5 വർഷം പൂർത്തിയാക്കുന്നവരവിടെ നിൽക്കാൻ പറ്റത്തില്ല. 63 വയസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ 65 വയസ്സാകുമ്പോഴത്തേക്കും ഇറങ്ങണം. 2 വർഷമേ അവർക്ക് പറ്റത്തുള്ളൂ. ഇല്ല, ഇപ്പം ഒരു 55 വയസ്സുള്ള ആളാണെങ്കിൽ അയാൾക്ക് 5 വർഷം ഇരിക്കാം. കാരണം 10 വർഷം കഴിഞ്ഞ് അയാൾക്ക് 65 വയസ്സാവത്തുള്ളൂ അല്ലേ. അപ്പോൾ 5 വർഷം ഇരുന്നിട്ട് അയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 ഇയേഴ്സ്, വിച്ച് എവർ ഈസ് ഏർലിയർ. അതാണ് നമ്മുടെ മെമ്പേഴ്സിൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബോർഡ് നിലവിൽ വന്നത് എന്താണെന്നറിയാലോ, 1 ഒക്ടോബർ 2016 ആണ്. നമ്മുടെ ബോർഡ് ആണ് നമ്മുടെ ഈ IBC കോഡിൻ്റെ ഓവർസീയിങ് അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുക്കുന്നതെല്ലാം ഈ ബോർഡാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എൻറ്റിറ്റീസിൻ്റെയും റെഗുലേറ്റർ എന്ന് പറയുന്നത് ഈ ബോർഡാണ്. ബോർഡിന് ടോട്ടൽ 10 മെമ്പേഴ്സ് ഉണ്ട്, ഒരു ചെയർപേഴ്സൺ, പിന്നെ 3 മിനിസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നവർ, RBI നോമിനേറ്റ് ചെയ്യുന്നവർ, സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നവർ. ഈ ഓഫീസിൻ്റെ ടേം എന്ന് പറയുന്നത് ഒന്നുകിൽ 5 ഇയേഴ്സ് അല്ലെങ്കിൽ സ്റ്റിൽ അറ്റൈൻ ദ ഏജ് ഓഫ് 65 ഇയേഴ്സ്, വിച്ച് എവർ ഈസ് ഏർലിയർ. ഇനി ഇപ്പോഴത്തെ IBBIയുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറണ്ട് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ രവി മിത്തൽ ആണ് ഇപ്പോഴത്തെ കറണ്ട് ചെയർപേഴ്സൺ. 2022 മുതൽ ഇപ്പം വരെയും ആൾ തന്നെയാണ്, കാരണം 5 വർഷം ആയില്ലല്ലോ. അപ്പോൾ 2022 മുതൽ രവി മിത്തലാണ് കറണ്ട് ചെയർപേഴ്സൺ. 5 വർഷം ആകുമ്പോഴത്തേക്കും മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോർഡുമായിട്ട്. ഇത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കറണ്ട് ചെയർപേഴ്സൺ എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ ചോദിക്കാവുന്ന കാര്യമാണ്. ഒരു കറണ്ട് അഫയേഴ്സും കൂടിയാണ് അല്ലേ ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യങ്ങളെല്ലാം കൂടി വരുന്നത്. അപ്പോൾ കറണ്ട് ചെയർപേഴ്സൺ ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ രവി മിത്തൽ 2022 മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ നമ്മുടെ റെഗുലേറ്റിംഗ് അതോറിറ്റി ആണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇൻസോൾവൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ട്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരാണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ആരാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറയുന്നത്? ആൻഡ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഈസ് എ ലൈസൻസ്ഡ് ഇൻഡിവിജ്വൽ ഹൂ ഈസ് ഓതറൈസ്ഡ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് or other stakeholders in the resolution of insolvency and bankruptcy cases. എന്താ ഇതിന് യഥാർത്ഥത്തിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യം വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഷെയർസ് മേടിക്കുന്ന സമയത്ത് നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻ്റർമീഡിയറീനെ വെക്കും അല്ലേ, ഒരു ബ്രോക്കർ, സ്റ്റോക്ക് ബ്രോക്കറെയൊക്കെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് അവർ വഴിയാണ് നമ്മൾ ഷെയർ മേടിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്, കാരണം നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എല്ലാം എവിടെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരായിരിക്കും, എവിടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ, കാരണം അവർ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യവും. ഇൻസോൾവൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഡെറ്റേഴ്സിനെയോ ക്രെഡിറ്റേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ്ഡ് ഇൻഡിവിജ്വൽസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഈസ് എ ലൈസൻസ്ഡ് ഇൻഡിവിജ്വൽ ഹൂ ഈസ് ഓതറൈസ്ഡ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ഡെറ്റേഴ്സ്. ചിലപ്പോൾ ഞാനായിരിക്കും, എനിക്ക് കടമൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ള സ്ഥിതിക്ക് ഞാൻ തന്നെ ആയിരിക്കും ഇൻസോൾവൻസി പ്രൊസീജിയറിന് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ബാങ്ക്രപ്സി പ്രൊസീജിയറിന് ഞാൻ തന്നെ ആയിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ കടം കൊടുക്കാനുള്ളവർ നോക്കുമ്പോൾ ഈ ജന്മത്തൊന്നും ഇത് വീട്ടാൻ പറ്റത്തില്ല, ഇത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവരായിരിക്കും പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടും ആക്ട് ചെയ്യാം. എന്ത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കേസിൽ ഒന്നുകിൽ ഡെറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തോ ക്രെഡിറ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തോ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തോ ആക്ട് ചെയ്യാൻ ഓതറൈസേഷനുള്ള ലൈസൻസ്ഡ് ഇൻഡിവിജ്വൽസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഈസ് എ ലൈസൻസ്ഡ് ഇൻഡിവിജ്വൽ ഹു ഈസ് ഓതറൈസ്ഡ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ഡെറ്റേഴ്സ്, creditors or other stakeholders in the resolution of
ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കേസസ്. ഇനി ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ. ഇപ്പം ഇതിനകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇൻസോൾവൻസിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം ഞാൻ കടം വാങ്ങിച്ചു, ഇപ്പം 10,000 രൂപ ഞാൻ കടം വാങ്ങിച്ചുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിലൊന്നും പോയി ബാങ്ക്രപ്സി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. മിനിമം 1,00,000 രൂപയ്ക്കെങ്കിലും ഡെറ്റ് പേ ഓഫ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ചുമ്മാ ചെറിയ ചെറിയ എമൗണ്ടിനൊന്നും നമുക്ക് ഇൻസോൾവൻസി പ്രൊസീജിയറിന് പോകാൻ പറ്റത്തില്ല. മിനിമം 1 lakh എമൗണ്ട് എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കേസസിൽ മാത്രമേ നമുക്ക് ഇൻസോൾവൻസിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതവിടെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാലോ? ഇൻസോൾവൻസി പ്രൊഫഷണൽ ഈസ് എ ലൈസൻസ്ഡ് ഇൻഡിവിജ്വൽ ഹു ഈസ് ഓതറൈസ്ഡ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ റിസൊല്യൂഷൻ ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കേസസ്. ഇനി their role is critical in managing and overseeing the insolvency resolution process, ensuring that it is conducted efficiently, legally and fairly. ഇവരുടെ റോൾ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോൾ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഇവർ പെർഫോം ചെയ്യുന്നത്. കാരണം ഇവരുണ്ടെങ്കിലേ ആ ഒരു പ്രൊസീജിയർ മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത നമുക്കിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ചിലപ്പോൾ ഷെയർ മേടിക്കാൻ നമുക്ക് പിന്നെ അറിഞ്ഞിരിക്കും. പക്ഷേ ഇൻസോൾവൻസിയെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയോ? നമുക്ക് അതിൻ്റെ നിയമങ്ങളെ പറ്റി അറിയില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ ഒരു സാധാരണ ഇൻഡിവിജ്വലിന് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻസോൾവൻസി പ്രൊഫഷണൽ തന്നെ അവിടെ വേണം. അപ്പോൾ അവരുടെ ആ റോൾ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. കാരണം ഈ പ്രോസസ്സ് എഫിഷ്യൻ്റ് ആയിട്ടും ലീഗലി ആയിട്ടും ഫെയർ ആയിട്ടും ഇത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിൽ ഈ ഒരു ഇൻസോൾവൻസി പ്രൊഫഷണൽസിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആണ് എന്താണെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി എന്താണെന്ന്. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഇൻസോൾവൻസി പ്രൊഫഷണൽ ആണ്. ഇനി ഇപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, it means any person registered with the board under section 201 of Insolvency Code 2016 as an insolvency professional agency. എന്താ സെക്ഷൻ IBC കോഡ് 2016, ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് 2016 സെക്ഷൻ 201 പ്രകാരം ആ ബോർഡിലെ ഏതെങ്കിലും ഒരു പേഴ്സൺ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി എന്ന് പറയും. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഇൻസോൾവൻസി പ്രൊഫഷണൽ ആണെന്ന് വെക്കുക. എന്നെ പോലുള്ള ഒരു 5-6 പേര് ചേർന്ന് ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഇത് എന്ത് ചെയ്യുന്നു, IBC 2016 പ്രകാരം 201 സെക്ഷൻ 201 പ്രകാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഈ 5 പേരടങ്ങുന്നത് ഒരു ഏജൻസിയാണ്. ഇതിനകത്ത് ഞങ്ങൾ ഓരോരുത്തരും ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആണ്. ഞങ്ങൾ മൊത്തത്തിലുള്ള ഈ ഏജൻസിയെ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി എന്നും പറയുന്നു. മനസ്സിലായോ? പ്രൊഫഷണൽ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗങ്ങളെയാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി ആകണമെന്നുണ്ടെങ്കിൽ IBBAയിൽ നമ്മൾ ഏത് സെക്ഷൻ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? സെക്ഷൻ 201. അത് ആ ഒരു സെക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. സെക്ഷൻ 201 പ്രകാരമാണ് നമ്മൾ എന്ത് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. IBC 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 സെക്ഷൻ 201 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ ആവാം, ഒരു ഗ്രൂപ്പ് ആവാം, അങ്ങനെയുള്ള എന്തും നമുക്ക് എന്തെന്ന് പറയാം? ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി. രണ്ടുപേരും ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഇൻസോൾവൻസി പ്രൊഫഷണൽസിൻ്റെ അതേ ഫംഗ്ഷൻസ് തന്നെയാണ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിയും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞില്ല ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന്. ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആയാലും ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി ആയാലും അവർക്ക് വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഏജൻസിയുടെ ഫംഗ്ഷനിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഏജൻസിയുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി ഹാസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഗ്രാൻഡിങ് മെമ്പർഷിപ്പ് ടു ഇൻസോൾവൻസി പ്രൊഫഷണൽസ്. എന്താ? ഇൻസോൾവൻസി പ്രൊഫഷണൽസിന് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. IPA ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവരുടെ മെമ്പേഴ്സിന്, അതായത് ഇൻസോൾവൻസി പ്രൊഫഷണൽസിന് മെമ്പർഷിപ്പ് ഗ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ
ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദീസ് ഏജൻസീസ് ഫ്രെയിം ദ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷണൽ കണ്ടക്ട് ആൻഡ് എത്തിക്സ് ടു ദ മെമ്പേഴ്സ് എൻറോൾഡ് അണ്ടർ ദം. എന്താ, ഈ ഏജൻസിയിൽ എൻറോൾ ചെയ്തിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പ്രൊഫഷണൽ ഏജൻസി ആയിട്ടുള്ള ആളാണ്. എനിക്കൊരു ഓഫീസുണ്ട്, പ്രൊഫഷണൽ ഏജൻസി. അതിനകത്ത് ഞാൻ കുറേ ഇൻസോൾവൻസി പ്രൊഫഷണൽസിനെ എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ഞാനുമായിട്ട് എൻ്റെ ഏജൻസിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള എത്തിക്സിനെ പറ്റിയും അവരുടെ കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലുള്ള ഏജൻസീസ് ആണ്. ദീസ് ഏജൻസീസ് പ്രൊവൈഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷണൽ കണ്ടക്ട് ആൻഡ് എത്തിക്സ് ടു ദ മെമ്പേഴ്സ് എൻറോൾഡ് അണ്ടർ ദം. നമ്മുടെ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിയുടെ കീഴിലുള്ള അവരവരുടെ മെമ്പേഴ്സിന് എന്തൊക്കെ പ്രൊഫഷണൽ കണ്ടക്ട് ഉണ്ടോ, എന്തൊക്കെ എത്തിക്സ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതിൻ്റെ എല്ലാ ഫ്രെയിം വർക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി ആണ്. അപ്പം 2 ഫങ്ഷൻസ് ആയല്ലോ. ഇനി അടുത്ത ഫങ്ഷൻസ് എന്ന് പറയുന്നത് they protect the rights and privileges of the members and safeguard their interests. നമ്മുടെ കീഴിൽ, എൻ്റെ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിക്ക് കീഴിൽ വരുന്ന എല്ലാ ഇൻസോൾവൻസി പ്രൊഫഷണൽസിൻ്റെയും ഇൻട്രസ്റ്റുകളെല്ലാം, അവരുടെ താല്പര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് അവകാശപ്പെട്ടതും അവരുടെ പ്രിവിലേജസും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? എനിക്ക് തന്നെ ആയിരിക്കും. കാരണം എൻ്റെ ഏജൻസിയിലാണല്ലോ അവർ മെമ്പർഷിപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏത് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിയിലാണോ എൻറോൾ ചെയ്തിരിക്കുന്നത് അതാത് എൻറോൾ ചെയ്തിട്ടുള്ള ആ മെമ്പേഴ്സിൻ്റെ റൈറ്റ്സിനെയും പ്രിവിലേജസിനെയും അവരുടെ ഇൻട്രസ്റ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, they also enquire the members' grievances and take steps to resolve those. എന്താ, നമ്മുടെ ഇൻസോൾവൻസി പ്രൊഫഷണൽസിന് എന്തെങ്കിലും പരാതികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഗണനയിൽ എടുത്തിട്ട് അതെല്ലാം പരിഹരിച്ച് റിസോൾവ് ചെയ്യാം. അതും ആരുടെ കർത്തവ്യമാണ്, ആരുടെ ഫംഗ്ഷനാണ്? ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിയുടെ. അതായത് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ജോലി ചെയ്യല്ലേ, അപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ പരാതികളും പരിഭവങ്ങളും ഒക്കെ കാണും. അപ്പം അതെല്ലാം നോക്കിയും കണ്ടും എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുക, അതെല്ലാം പരിഹരിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിയുടെ ഫംഗ്ഷനാണ്. അടുത്തൊരു ഫംഗ്ഷൻ എന്താണ്? ദ ഏജൻസി കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ് members' performance and they can suspend or cancel membership wherever and whenever required. എന്താ, എൻ്റെ പ്രൊഫഷണൽ ഏജൻസിക്ക് താഴെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസും അവരുടെ പെർഫോമൻസും എല്ലാം മോണിറ്റർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതെല്ലാം മോണിറ്റർ ചെയ്തതിന് ശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പം ആരെങ്കിലും ഒരു എത്തിക്സ് വിട്ട് കളിച്ചു, അല്ലെങ്കിൽ ലീഗലി അല്ല ഇതൊന്നും ചെയ്യുന്നത്, ഒരു മെമ്പർ, ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് അയാളുടെ തോന്നിയ രീതിക്കാണ്, അയാൾ ഒരു എത്തിക്സും ഫോളോ ചെയ്യാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ലീഗലി അല്ലെങ്കിൽ ഫെയർ ആയിട്ടല്ല ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അയാളുടെ മെമ്പർഷിപ്പ് കുറേ നാളത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. അതായത് ഒരു 5 വർഷം ഇനി ഇൻസോൾവൻസി പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അവരുടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാം. ഇതിനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്? ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ദ ഏജൻസി എന്ത് ചെയ്യും? മെമ്പേഴ്സിൻ്റെ പെർഫോമൻസ് എല്ലാം കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യും. എന്നിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെമ്പറിൻ്റെ പെർഫോമൻസ് എത്തിക്കലി അല്ല നടക്കുന്നത്, ലീഗലി അല്ല നടക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് സസ്പെൻഡ് ചെയ്യാനും ആ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാനുമുള്ള അധികാരം ആർക്കുണ്ട്? ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിക്ക് ഉണ്ട്. ഫങ്ഷൻസ് ഓഫ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻസോൾവൻസി പ്രൊഫഷണൽസിന് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൊഫഷണൽ കണ്ടക്ട്, എത്തിക്സ്, അങ്ങനെയുള്ള ഫ്രെയിം വർക്ക്, അതിൻ്റെ സ്റ്റാൻഡേർഡ് എല്ലാം ആർക്ക്? മെമ്പേഴ്സിന്, എൻറോൾ ചെയ്യുന്ന മെമ്പേഴ്സിന് ഇതുപോലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷണൽ കണ്ടക്ട് എല്ലാം അവർക്ക് ഫ്രെയിം വർക്ക് കൊടുക്കുക എന്നുള്ളത് ആരുടെ ധർമ്മമാണ്? IPA, ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസിയുടെ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഈ മെമ്പേഴ്സ് എന്ന് പറയുമ്പം ഇൻസോൾവൻസി പ്രൊഫഷണൽസിൻ്റെ റൈറ്റ്സ്, അവരുടെ പ്രിവിലേജസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റ് എല്ലാം സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളത് IPAയുടെ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്?
IPയുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് എല്ലാം മോണിറ്റർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ അവരുടെ മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? IPAക്ക് ഉണ്ട്. അടുത്തൊരു അതോറിറ്റിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ആ ഒരു റെസൊല്യൂഷൻ ആ ഒരു പ്രോസസ്സിനകത്ത് വരുന്ന ഒരു അതോറിറ്റിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന് ആപ്ലിക്കബിൾ ആണ്, കമ്പനീസിന് ആപ്ലിക്കബിൾ ആണ്, പാർട്ട്ണർഷിപ്പ് ഫേംസിന് ആപ്ലിക്കബിൾ ആണ്, അല്ലേ? അങ്ങനെ ഒരുപാട് എൻറ്റിറ്റീസ് ഞാൻ പറഞ്ഞു, ഇവർക്കൊക്കെ ആപ്ലിക്കബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇത് ഓരോരുത്തർക്കും നമ്മളിപ്പോൾ ഇൻസോൾവൻസി പ്രോസസ്സിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഈ ഓരോരുത്തർക്കും ഓരോ ട്രിബ്യൂണൽസ് ഉണ്ടാവും. അത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ഈ ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 അനുസരിച്ച് നമുക്ക് 2 ട്രിബ്യൂണൽസ് ആണ് ഉള്ളത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിട്ട്. എന്തിനാ? 2 സെപ്പറേറ്റ് ട്രിബ്യൂണൽസ് ടു ഓവർസീ ദ പ്രോസസ് ഓഫ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ്. നമ്മുടെ ഇവിടെ ഇന്ത്യൻ ലോ അനുസരിച്ച് നമ്മുടെ IBC 2016 അനുസരിച്ച് നമുക്ക് 2 ട്രിബ്യൂണൽസ് ഉണ്ട്. അതായത് കമ്പനീസിന് വേണ്ടിയിട്ടൊരു ട്രിബ്യൂണൽ ഉണ്ട്, ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടൊരു ട്രിബ്യൂണൽ ഉണ്ട്. ഈ ട്രിബ്യൂണൽസിനെയാണ് നമ്മൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനീസിൻ്റെ ഇൻസോൾവൻസി പ്രോസസ്സ് എല്ലാം അതിൻ്റെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രിബ്യൂണലിൽ നിന്നായിരിക്കും. ഇൻഡിവിജ്വൽസിനാണ് ഈ ഇൻസോൾവൻസി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ട്രിബ്യൂണലുണ്ട്. ഇങ്ങനെ 2 ട്രിബ്യൂണലാണ് നമ്മുടെ IBC 2016 അനുസരിച്ച് നമുക്കുള്ളത്. അപ്പോൾ അത് രണ്ടും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, LLP ഇവർക്കൊക്കെയുള്ള നമ്മുടെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ട്രിബ്യൂണൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ്. ഓക്കെ, കമ്പനീസ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, അതർ എൻറ്റിറ്റീസ് ഒക്കെ അവരുടെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നാഷണൽ കമ്പനി. അവരുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ്. ഇനി ഇൻഡിവിജ്വൽസും പാർട്ട്ണർഷിപ്പ് ഫേംസ്, ഇവിടെ കമ്പനീസ് ഇൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേംസ് ആണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേംസും അവർക്ക് വരുന്നതെന്ന് പറയുന്നത് ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. ഈ ട്രിബ്യൂണലാണ് ഇവരുടെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? ഓവർസീ ചെയ്യുന്നത്, അവരുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം 2 ട്രിബ്യൂണൽസ് ആണ് നമുക്കുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ ഓവർസീ ചെയ്യാൻ, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്, എല്ലാം നോക്കി നടത്തിക്കൊണ്ട് പോകുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് 2 എണ്ണം ഉള്ളത്. കമ്പനീസിൻ്റെയും LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെയും ആ ട്രിബ്യൂണലിൻ്റെ പേരെന്ന് പറയുന്നത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും, ഇൻഡിവിജ്വൽസിനും പാർട്ട്ണർഷിപ്സിനും വരുന്നത് ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലും ആണ്. ഓക്കെ, അപ്പോൾ 2 എണ്ണമാണ് ഉള്ളത്, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി എന്താണ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ്? ഓക്കെ, അതിനു മുമ്പ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇൻസോൾവൻസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കടം വാങ്ങി വെച്ചിട്ടുണ്ട്, ഡ്യൂ ആവുന്ന സമയത്ത് നമുക്കിതൊന്നും പേ ചെയ്യാനുള്ള ഒരവസ്ഥയില്ല. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസോൾവൻസി എന്ന് പറയുന്നത്. നമുക്കത് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുമ്പോൾ ഒന്നുകിൽ നമുക്ക് കടം തന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ എന്തിനു പോവും? അതിൻ്റെ ലീഗൽ ഇൻസോൾവൻസിയിലേക്കുള്ള അല്ലെങ്കിൽ ബാങ്ക്രപ്സിയിലേക്കുള്ള ലീഗൽ പ്രൊസീഡിങ്ങിലേക്ക് പോവും. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും, എനിക്കിനി എന്തായാലും തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല, എന്നെ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ച് ഇത് ലീഗൽ പ്രൊസീഡിങ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഞാൻ എവിടെ കൊണ്ടുവന്ന് കൊടുക്കും? ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. ആ ഒരു സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ടെന്നാണ് നമ്മുടെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് അവരത് നോക്കും. സബ്മിറ്റ് ചെയ്തിട്ട് അവരത് നോക്കിയിട്ട് ഈ ആപ്ലിക്കേഷൻ വാല്യുബിൾ ആണ്,
അതായത് ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ ചുമ്മാതൊന്നും നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കൊണ്ട് കൊടുത്തിട്ട് അവർ നോക്കിയിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം മുതലാണ് നമ്മുടെ റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മുടെ ഈ ഒരു ലീഗൽ പ്രൊസീഡിങ്ങിൻ്റെ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻസോൾവൻസിയുടെ പരിഹാരം കണ്ടുപിടിക്കുക, അതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ഇൻസോൾവെൻ്റ് ആയി, എനിക്ക് കടം കൊടുക്കാനുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരു സൊല്യൂഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സ്, അതിനെയാണ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 പ്രകാരം 180 ദിവസം ആയിരുന്നു. ഓക്കെ, ആദ്യം കൊണ്ടുവന്ന സമയത്ത് 180 ഡേയ്സ് ആയിരുന്നു ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് പീരീഡ്. മൊത്തം 180 ദിവസം കൊണ്ട് ഇതെല്ലാം ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു. പിന്നെ വേണമെങ്കിൽ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി, അതായത് എൻ്റെ റെസൊല്യൂഷൻ പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ എനിക്ക് കടം നിന്ന ആൾക്കാരുടെ എല്ലാം ക്രെഡിറ്റേഴ്സിൻ്റെ എല്ലാം കൺസെൻറ്റോടു കൂടി ഒരു 90 ഡേയ്സും കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ 180 ഡേയ്സ് ആയിരുന്നു, ആവശ്യമാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡബിൾ അപ് ടു 90 ഡേയ്സും കൂടി അഡീഷണൽ നമുക്ക് വാങ്ങിച്ചിട്ട് അത്രയുമായിരുന്നു ആദ്യം നമ്മുടെ IBC കോഡ് ആദ്യം വന്ന സമയത്ത് റെസൊല്യൂഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് പിന്നെ 2019 അമെൻമെൻറ്റ് ചെയ്തു. അതായത് അത് മാറ്റിയിട്ട് 2019 അമെൻമെൻറ്റ് പ്രകാരം 330 ദിവസം ആക്കിയിട്ട് കൂട്ടി. ഓക്കെ, 2019 അമെൻമെൻറ്റ് പ്രകാരമാണ് 330 ദിവസമായിട്ട് കൂട്ടിയത്. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഉണ്ട്, 90 ഡേയ്സ് അവിടെയും എക്സ്റ്റൻഷൻ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം ഈ 2 ദിവസവും ഒന്ന് ഓർത്ത് വെക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ 180 ഡേയ്സ് മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ നമുക്ക് അത് എഴുതാൻ പറ്റൂ. കാര്യം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 പ്രകാരം 180 ഡേയ്സ് തന്നെയാണ് എക്സ്റ്റെൻഡബിൾ അപ് ടു 90 ഡേയ്സ്. ഒരു അഡീഷണൽ 90 ഡേയ്സും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 2019 അമെൻമെൻറ്റ് വന്നിട്ട് ഇപ്പം നിലവിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 330 ദിവസവും 90 ദിവസം അഡീഷണൽ കിട്ടും. അത് തന്നെയാണ് 2019 അമെൻമെൻറ്റ് പ്രകാരമാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. പണ്ട് എത്രയായിരുന്നു? 180 ഡേയ്സ് ആയിരുന്നു. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കാര്യവും കൂടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് തുടങ്ങുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ്. Okay, a plea for insolvency is submitted to the adjudicating authority by creditors or debtor itself. എന്താ a plea for insolvency? plea എന്ന് പറഞ്ഞാലേ ഹർജി എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് plea എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻസോൾവൻസിയുടെ ഈ ഒരു ഹർജി നമുക്ക് നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റീസിന് സമർപ്പിക്കുക. അതായത് ഒന്നുകിൽ ഞാനാണ് കടമെല്ലാം മേടിച്ച ആൾ ഞാനാണ്, വേണമെങ്കിൽ എനിക്ക് തന്നെ നോക്കിയിട്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇപ്പോഴൊന്നും ഞാനിതൊന്നും കൊടുത്തു തീർക്കാൻ പോകുന്നില്ല, എന്നെ കൊണ്ടിത് പറ്റത്തില്ല എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി ഒന്നുകിൽ എനിക്ക് കൊണ്ടുവന്ന് ഹർജി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കടം തന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവുമല്ലോ എനിക്ക് ഇതിനൊന്നും തരാൻ ഉദ്ദേശമില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് കൊണ്ടുവന്ന് ഹർജി കൊടുക്കാം. ഒന്നുകിൽ ഡെറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റർ, ആർക്ക് വേണമെങ്കിലും എന്ത് കൊടുക്കാം? ഹർജി കൊടുക്കാം. എവിടെയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എവിടെയാണോ അവിടെയാണ് കൊടുക്കേണ്ടത്. ഞാനൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ എവിടെ കൊടുക്കും? ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിൽ കൊടുക്കും. ഞാനൊരു കമ്പനി ആണെങ്കിൽ എവിടെ കൊടുക്കും? നാഷണൽ ലോ ട്രിബ്യൂണലിലായിരിക്കും കൊണ്ടുവന്ന് ഇവിടെ ഹർജി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഒരു ഹർജി സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇതിന് ഇൻസോൾവൻസിക്ക് വേണ്ടിയിട്ടുള്ള ഹർജി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒന്നുകിൽ ഡെറ്റർക്ക് സമർപ്പിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റർക്ക് സമർപ്പിക്കാം. സമർപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരു 14 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച സമയമുണ്ട് ഈ ഹർജി അവർ അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ. അതിനുള്ളിൽ അവർ ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. ഈ 14 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്ത ഹർജിക്ക് അക്സെപ്ഷൻ ആണോ റിജക്ഷൻ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹർജി സമർപ്പിച്ചുകൊണ്ടാണ്. 14 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഹർജി അവർ അക്സെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അവർ നോക്കുമല്ലോ ഇത് വാലിഡ് ആയിട്ടുള്ളൊരു ഇതാണോ എന്ന് നോക്കും. വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. എന്താണെങ്കിലും 14 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനി റിജക്റ്റ് ചെയ്താൽ പിന്നെ പ്രൊസീജിയർ ഇല്ലല്ലോ. റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി നോക്കേണ്ട കാര്യമില്ല. നോക്കിയിട്ട് ഇതിനകത്തൊന്നും കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞവർ റിജക്റ്റ് ചെയ്താൽ പിന്നെ ആ പ്രോസസ്സ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പ്രോസസ്സ് അപ്പോഴേ എൻഡ് ചെയ്തു. ഇനി
അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ കൊടുത്ത ഹർജി അവർ നോക്കിയിട്ടാ ഇത് വാല്യൂ ഉള്ള കാര്യം തന്നെയാണ്, നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുന്നു, 14 ദിവസത്തിനുള്ളിൽ അവർ അറിയിക്കും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് അറിയിക്കും. അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ വരുന്ന ബാക്കി എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ പ്ലീ ഈസ് അക്സെപ്റ്റഡ്, ദ ട്രിബ്യൂണൽ ഹാസ് ടു അപ്പോയിന്റ് ആൻ interim resolution professional within 14 days to draft a resolution plan. ഈ ഹർജി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആയിട്ടുള്ള ട്രിബ്യൂണൽ ഏതാണോ ആ ട്രിബ്യൂണൽ ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യണം. 14 ദിവസത്തിനുള്ളിൽ അപ്പോയിന്റ് ചെയ്യണം. അതായത് നമ്മുടെ ഇൻസോൾവൻസി പ്രൊഫഷണൽ ഇല്ലേ, അത് തന്നെയാണ്, അതിനെയാണ് നമ്മൾ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ അല്ലെങ്കിൽ റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ന് മാത്രവും പറയാം. അവരെ അപ്പോയിന്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഈ മൊത്തത്തിലുള്ള ഈ ഒരു റെസൊല്യൂഷൻ പ്രോസസ്സിന്റെ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 14 ദിവസത്തിനുള്ളിൽ ആരെ അപ്പോയിന്റ് ചെയ്യണം? ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യുക. അപ്പം രണ്ടാമത്തെ ഒരു നമ്മൾ കൊടുത്ത ഹർജി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ട്രിബ്യൂണൽ ഒരു IRP ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ 14 ദിവസത്തിനുള്ളിൽ അപ്പോയിന്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ the adjudicating authority can request the IBBI to recommend an insolvency professional who will act as interim resolution professional appointed for a very short period not exceeding 30 days from the date of his appointment. എന്താ നമ്മൾ ഈ ട്രിബ്യൂണലിന് ഹർജി സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 14 ദിവസത്തിന് മുമ്പ് ആരെ അപ്പോയിന്റ് ചെയ്യണം? ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്ത് തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അതോറിറ്റിക്ക് വേണമെങ്കിൽ നമ്മുടെ ബോർഡില്ലേ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ, അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം. അവർക്ക് ഒരു ഇൻസോൾവൻസി പ്രൊഫഷണലിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡിൻ്റെ അടുത്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. കാരണം എല്ലാ ഇൻസോൾവൻസി പ്രൊഫഷണലും ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആയിട്ട് ആക്ട് ചെയ്യണമെന്നില്ല. അപ്പം ഇന്ററിം പ്രൊഫഷണൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമാണ്. അതായത് 14 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അതിനുശേഷം ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു 30 ദിവസത്തേക്കായിരിക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. ഒരു ഷോർട്ട് പീരീഡിലേക്കായിരിക്കും നമ്മൾ മാക്സിമം ഒരു 30 ദിവസത്തേക്കായിരിക്കും നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻസോൾവൻസി പ്രൊഫഷണൽസ്, ഏതെങ്കിലും ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ അവരെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ബോർഡിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ഒരു സബ്ബായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു 14 ദിവസത്തേക്ക്. ഈ പ്രൊഫഷണലിനെ വേണമെങ്കിൽ നമുക്ക് ബോർഡിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം നമുക്കിങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരാളെ അപ്പോയിന്റ് ചെയ്യാം. ഒരു ഷോർട്ട് പീരീഡിലേക്കായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. 30 ദിവസം മാക്സിമം 30 ദിവസം മാത്രമേ അയാൾക്ക് അവിടെ ആക്ട് ചെയ്യാൻ പറ്റൂ. ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനി നമ്മുടെ റെസൊല്യൂഷൻ പ്രോസസ്സിൻ്റെ, അതായത് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് 30 ദിവസം അയാൾക്ക് കൊടുക്കും. അയാൾ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുമല്ലോ. റെസൊല്യൂഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്, ആ പ്ലാൻ എന്ന് പറയുന്നത് 330 ഡേയ്സ് കൊണ്ടുള്ളൊരു പ്ലാൻ ആയിരിക്കണം. കാരണം നമ്മുടെ റെസൊല്യൂഷൻ പ്രോസസ് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം 330 ഡേയ്സ് ആണ്. പിന്നെ എല്ലാവരുടെയും സമ്മതപ്രകാരം ഒരു 90 ഡേയ്സും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് മേടിക്കാൻ പറ്റും. അപ്പം 330 ദിവസം മാക്സിമം ഉള്ള ഒരു പ്ലാൻ ആയിരിക്കണം. അതായത് അത്രേ പാടുള്ളൂ, അത് കുറച്ചാണെങ്കിലും കുഴപ്പമില്ല. ആ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമം ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ റെസൊല്യൂഷൻ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള മാക്സിമം ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 330 ഡേയ്സ് ആണ്. പിന്നെ ആവശ്യമാണെങ്കിൽ എക്സ്റ്റെൻഡഡ് 90 ഡേയ്സ്, ഒരു 90 ദിവസം കൂടി നമുക്ക് നീട്ടിയെടുക്കാം. ഓക്കെ, ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് 330 ഡേയ്സ് എന്നുള്ളത് എന്ത് പ്രകാരമാണ്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അമെൻഡ്മെന്റ് ആക്ട് 2019. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 അല്ല, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അമെൻഡ്മെന്റ് ആക്ട് 2019. 2019 ഇത് മാറ്റിയത്. നേരത്തെ 180 ദിവസമായിരുന്നു, അത് മാറ്റിയത് 2019. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അമെൻഡ്മെന്റ് ആക്ട് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, ഈ റെസൊല്യൂഷൻ പ്ലാന്, നമ്മുടെ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുമല്ലോ. ഈ പ്ലാൻ
ഇതിന് ഒരു ചെറിയൊരു കാര്യമുണ്ട്. റെസൊല്യൂഷൻ പ്ലാൻ നീഡ്സ് അറ്റ്ലീസ്റ്റ് 75% ഓഫ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അപ്രൂവൽ ടു എക്സിക്യൂട്ട് ദ പ്ലാൻ. എന്താ, എൻ്റെ ക്രെഡിറ്റേഴ്സ് ഒക്കെ ഇല്ലേ, ഇപ്പം എൻ്റെ റെസൊല്യൂഷൻ പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ എൻ്റെ ക്രെഡിറ്റേഴ്സിൽ ഒരു 75% ആൾക്കാരുടെ എങ്കിലും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ റെസൊല്യൂഷൻ പ്ലാൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ആ പ്ലാൻ നോക്കുമ്പോൾ ഇത് നടപടിയാവുന്ന കേസ് അല്ല എന്ന് എല്ലാവർക്കും തോന്നിയത് നടക്കത്തില്ല. മിനിമം എത്ര ആൾക്കാരുടെ എങ്കിലും വേണം? 75% ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ എങ്കിലും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റെസൊല്യൂഷൻ പ്ലാന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഇനി either 75% of the financial creditors does not support the plan or fails to execute the plan successfully within the stipulated period, then the companies go for liquidation. ഇനി 2 കേസ് സംഭവിക്കാം. ഒന്നെങ്കിൽ ഈ പ്ലാൻ എടുത്തുകൊണ്ട് വരുമ്പം ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ 75% ആൾക്കാർ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ പ്ലാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പീരീഡിനുള്ളിൽ ഇത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനി എന്ന് പറയുന്നത്, കമ്പനിയുടെ കേസിലാണേ പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത് വോളണ്ടറി ലിക്വിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണോ ആ ഒരു പ്രോസസ്സിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. നമ്മൾ റെസൊല്യൂഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ആ പ്ലാനിന് മിനിമം 75% ക്രെഡിറ്റേഴ്സിൻ്റെ എങ്കിലും അപ്രൂവൽ വേണം. ഇനി അങ്ങനെ അപ്രൂവൽ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്, 330 days എക്സ്റ്റെൻഡബിൾ, പിന്നെ ഒരു 90 days. ഈ ടൈമിനുള്ളിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, എന്തെന്ന് പറയുന്നത് ലിക്വിഡേഷനിലോട്ട് കമ്പനി എന്തായാലും പോകല. അത് തിരിച്ച് പിന്നെയും ഇതൊന്നും വരുത്തൊന്നുമില്ല. കമ്പനി ഗോ ഫോർ ലിക്വിഡേഷൻ. പിന്നെ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ലിക്വിഡേഷൻ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളുണ്ട്, നമ്മൾ MCQ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് ഇൻസോൾവൻസി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ബാങ്ക്രപ്സി എന്താണെന്ന് പറഞ്ഞു. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോക്സഭയിൽ, എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, രാജ്യസഭ എന്ന് പാസ്സാക്കി, ലോക്സഭ എന്ന് പാസ്സാക്കി, പ്രസിഡന്റ് ആരാണ് ഒപ്പുവെച്ചത് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ വന്നത് ബോർഡിലായിരുന്നു. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യയെ പറ്റി പറഞ്ഞു, നിലവിൽ വന്നത് പറഞ്ഞു, ഇപ്പോഴത്തെ കറണ്ട് ചെയർപേഴ്സൺ, ടോട്ടൽ മെമ്പേഴ്സ്, ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻസോൾവൻസി പ്രൊഫഷണൽ ആരാണെന്ന് പറഞ്ഞു, ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസി എന്താണെന്ന് പറഞ്ഞു, അവരുടെ ഫങ്ഷൻസ് പറഞ്ഞു. അതുപോലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി 2 ഉണ്ട്, ഓരോരുത്തർക്കും ഏതൊക്കെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആണെന്ന് പറഞ്ഞു. ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് പീരീഡ് എത്ര ദിവസമാണെന്ന് പറഞ്ഞു, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമായിട്ടുള്ളത്. താങ്ക് യു.